ഞെട്ടിപ്പിക്കുന്നൊരു കണക്ക്, ഓരോ 4 മിനിറ്റിലും ഒരു ഇന്ത്യൻ പെണ്ണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു ബ്രസ്റ്റ് ക്യാൻസർ. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ അനിയത്തിമാർ, ജ്യേഷ്ഠത്തിമാർ, നമ്മുടെ ഉമ്മമാർ, അമ്മമാർ, ഇവരൊക്കെ മാരക ഡേഞ്ചറിലേക്ക് പോകുന്നു. ഓരോ 13 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പെണ്ണ് ബ്രസ്റ്റ് ക്യാൻസറിൽ മരിക്കുന്നത്. ഞാൻ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം 2-2.5 മണിക്കൂർ, എത്ര എനിക്കറിയില്ല. ആ 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂറിലെ ഓരോ 13 മിനിറ്റിലും ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ ക്ലാസ് തുടങ്ങി തീരുമ്പോഴത്തേക്ക് ചുരുങ്ങിയത് 10-ലേറെ പെണ്ണുങ്ങൾ മരിച്ചു. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഇന്ത്യയുടെ കണക്കാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ചു, ഇത് ആരാ നോക്കേണ്ടത്? ഡോക്ടർമാരും നോക്കൂല, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നോക്കൂല, അവർക്കാർക്കും ഇതിന്റെ ബാധ്യതയില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ചു, ഡോക്ടർമാരെ പെറ്റുപെരുകാൻ വേണ്ടി മെഡിക്കൽ എഞ്ചിനീയറിംഗ് തിയറി കോളേജുകളിൽ കിടന്ന് കെട്ടി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാലാ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ പോയാണ്. ഞാൻ അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫാക്കൽറ്റി വർക്ക് ചെയ്ത ആളാണ്. മെഡിക്കൽ എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ് ഞാൻ. ഞങ്ങളൊക്കെ വാങ്ങിയ ഫീസ് എത്ര, ഫീസല്ല വരുമാനം എത്രയെന്ന് എനിക്കറിയാം. അപ്പൊ ഫീസ് അവർ എത്ര വാങ്ങിയിട്ടുണ്ടാവും എനിക്കറിയാം. മനസ്സിലായോ? 1 അവർ ഏറ്റവും ചുരുങ്ങിയത് 1000 rupees വാങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 6-7 മണിക്കൂർ ഉണ്ടാവും. ഒരു ദിവസം തന്നെ എത്രയായി? 5000 രൂപയുടെ അടുത്തായി അല്ലേ? ഒരു ദിവസം 5000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാസം എത്ര രൂപ ഉണ്ടാവും ഉസ്താദേ? അങ്ങനത്തെ ഫീസിലുള്ള ഇതിൽ പഠിപ്പിച്ച മനുഷ്യനാണ് ഞാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടികളൊക്കെ എത്ര ഫീസ് വാങ്ങിയിട്ടുണ്ടാവും? അധ്യാപകന്മാർക്ക് 2 ലക്ഷം 3 ലക്ഷം വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫീസ് എത്ര ഉണ്ടാവും സാറേ? നമുക്ക് കിട്ടുന്നതിന്റെ 10% വരുമാനമായിട്ട് കൊടുക്കുള്ളൂ, അല്ല അതായിട്ട് ചെലവായിട്ട് കൊടുക്കുള്ളൂ. ബാക്കി 10-50% ഹോൾഡ് ചെയ്യാൻ നമ്മുടേതായിരിക്കുന്ന ബെനഫിറ്റിലേക്ക്, പ്രോഫിറ്റിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യൂലേ? അപ്പൊ എത്ര ഫീസ് കൊടുത്തിട്ട് അപ്പത്തെ പിള്ളേർ ഡോക്ടർ ആകുന്നത്, എഞ്ചിനീയർ ആവുന്നത്? എന്തിന്? ഈ പറഞ്ഞ സാധനം ഇവര് ശ്രദ്ധിക്കൂല. ആരോഗ്യം വേണോ? മൈലൈഫുകാരൻ ഉണരുകയല്ലാതെ ഇന്ത്യയിൽ ഇനി ഒരു രക്ഷയില്ല മക്കളെ. നമ്മളെ കയ്യിലാണ് ആരോഗ്യത്തിന്റെ യഥാർത്ഥ പ്രബോധനം കിടക്കുന്നത്. ഈ ആയുർവേദത്തിലാണ്. മറ്റുള്ളവരൊക്കെ ഇല്ല എന്നുള്ളതല്ല, ഉള്ളത് നല്ലത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. 4,58,000 വരുന്ന ഡെത്തുകൾ ഒരു വർഷം ഇന്ത്യയിൽ നടക്കുന്നു. ഒരു വർഷം 4.5 ലക്ഷം ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ ബ്രസ്റ്റ് ക്യാൻസറിൽ മാത്രം മരിക്കുന്നു, മറ്റുള്ള ക്യാൻസറിലല്ല. ബ്രസ്റ്റ് ക്യാൻസർ വേറെ, സെർവിക്കൽ ക്യാൻസർ വേറെ, ബോഡി ക്യാൻസർ, ഓരോ പാർട്ടിന്റെ ക്യാൻസർ വേറെ വേറെ. ഇത്രയും മാരകമായ കണക്ക് കേൾക്കാണ്. പണ്ട് കാലത്ത് ക്യാൻസർ നമ്മൾ കേട്ടത് ഒരു മൂലകത്തെ മാത്രം കണക്കായിരുന്നു, ആണല്ലേ? ഒരു പഞ്ചായത്തിലെ കണക്കായിരുന്നു. ഇപ്പത്തെ കൂളായിട്ട് പറയും ആൾക്കാർ, എന്ത് എളാപ്പ ക്യാൻസർ ആയിട്ട് വരും, മുത്തമ്മക്കും ക്യാൻസർ ഉണ്ട്, ഇപ്പൊ മുത്തമ്മക്കും ചെറിയമ്മക്കും 4 ആൾക്ക് ക്യാൻസർ ഉണ്ട്, കൂളായിട്ട് പറയും, ആണല്ലേ? എത്ര സുലഭമായിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്തപ്പെട്ടു സമൂഹം. അവിടെ ഞാൻ പറയുന്നത്, ഇതൊക്കെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ കളിയാണ്, ഇതിനെ സിമ്പിൾ ആക്കുന്നത് പോലും. അതുകൊണ്ട് ഉണരുക, ഉൽപ്പന്നം ഉപയോഗിക്കുക. ഇപ്പൊ കോവിഡിന്റെ കഥകൾ കേൾക്കുന്നു, ആണല്ലേ? ഉണരട്ടെ നമ്മള്. നിങ്ങൾ അടുത്ത കഥ കേട്ടോളി. ഇതാണ് ഏറ്റവും വലിയ ത്രെട്ട്. അസുഖം ഒരു ത്രെട്ട്, അതിനേക്കാൾ വലിയൊരു ത്രെട്ട് ഉണ്ട്. ഏതായത്? ഇതാ കണ്ടോളി, ഡീപ് സീക്ക്. ആരെ കേട്ട ആൾക്കാരെ കൈ വെക്കുക? ഡീപ് സീക്ക് ഇല്ല. കിമി കേട്ട ആൾക്കാര് ഇല്ല. ക്യൂബ കേട്ട ആൾക്കാര്, ചാറ്റ് GPT കേട്ട ആൾക്കാരെ കൈ വെക്കുക. ഇതെങ്കിലും ഉണ്ടല്ലേ? അൽഹംദുലില്ലാഹ്, മനസ്സിലായി. ഇതും കഴിഞ്ഞ് ഇതിലേക്ക് എത്തിക്കണം. ഞാൻ അത് കേൾക്കാൻ എനിക്കറിയില്ല. സംഗതി ഇതൊക്കെ കഴിഞ്ഞിരിക്കണം. മനസ്സിലായോ? ഇത് എന്തും ചാറ്റ് GPTയോട് പറഞ്ഞാൽ ചെയ്തുതരും, ആണല്ലേ? ഇപ്പൊ വൈഫിന് ഞാൻ ഏറ്റവും ഉള്ള പ്രൊജക്റ്റ് ഒക്കെ ഞാൻ ചാറ്റ് GPT കൊടുക്കാം. അപ്പൊ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ അവിടെ ചെന്ന് പറയാം. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് മോളുടെ കാര്യങ്ങളൊക്കെ എന്ത് വന്നാലും ചാറ്റ് GPTയും അവളുമായിട്ടുള്ള ലോകത്താണ്. എന്ത് സാധനം ചോദിച്ചാലും അവിടെ നിന്ന് കിട്ടും. ഈ അടുത്ത കാലത്ത് യൂറോപ്പിൽ ഒരു കേസ് വരെ വന്നിട്ട് ഒരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തത് ചാറ്റ് GPT ആണ്. എന്ന് പറഞ്ഞാൽ കോടതി വക്കീലിന് പകരം AI സെക്ടറെ ഡീൽ ചെയ്തത്. കാരണം എന്താ? ആ കേസിന്റെ വിധി ആര് പറഞ്ഞെടുത്തു? ചാറ്റ് GPT പറഞ്ഞെടുത്തു. എന്നാലും നമ്മൾ അവിടുത്തെ കുട്ടികളെ പാഞ്ചിച്ചില്ലാണ്. NLPക്ക് എന്റെ മോൻ പഠിക്കണം, വക്കീലാകണം. ഒന്നും ഞാൻ പറയണില്ല, നിങ്ങൾ ചെയ്തോളൂ ഇഷ്ടമുള്ളത്. ഞാൻ സീരിയസ്ലി പറയാം. എന്റെ മെഡിക്കൽ എഞ്ചിനീയർ ഡോക്ടറേഴ്സ് ആകുന്ന മക്കളോട് ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഡോക്ടർ ആകുന്ന സമയത്ത് ഫുള്ള് റോബോട്ടിക്കൽ യുഗമായിക്കോട്ടോ എന്ന് പറഞ്ഞു. അന്ന് കുട്ടികൾ പറഞ്ഞത് എന്നോട്, സാറേ റോബോട്ടും വ്യായമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊക്കെ കൗണ്ടറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ടോക്കൺ കൊടുക്കാനും അതേപോലെ ഇങ്ങനെ ഉള്ളത്തെ പരിപാടിക്കാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഓതിയൊരു കിതാബുണ്ട്, ആ കിതാബ് ഇറങ്ങിയിട്ടൊന്നുമില്ല, അതിന്റെ തലച്ചോറിന് ആദ്യമായിട്ട് ഓതിയതാണ്. ഒരു 15 കൊല്ലം മുമ്പ് കേരളത്തിൽ ഞാൻ ഇതിന്റെ ട്രെയിനിങ് എടുത്ത സമയത്ത് എന്നോട് അധ്യാപകന്മാർ പറഞ്ഞു, ഇസ്മായിൽ സാർ ഈ ട്രെയിനിങ് എടുക്കരുത്. ഞാൻ അടുത്ത ട്രെയിനിങ് ഏതാണ്? 2030 ആകുമ്പോൾ ഓരോരുത്തർക്കും അവനാന്റെ ഫ്ലൈറ്റ്. മനസ്സിലായില്ല? 30 കഴിയുമ്പോഴത്തേക്ക് സ്വന്തം ഓട്ടോറിക്ഷ സ്കൂട്ടിയില്ലേ, അതേമാതിരി സ്വന്തം എന്ത് തുടങ്ങും? ഫ്ലൈറ്റ് വരും. സിംഗിൾ ടു സിംഗിൾ ഫ്ലൈറ്റ് വരും. പറക്കുന്ന വാഹനം നടത്തും. അതേപോലെ തന്നെ ഫുള്ള് റോബോട്ട്സുകൾ. അത് പറഞ്ഞപ്പോൾ 15 കൊല്ലം മുമ്പ് എന്നോട് അധ്യാപകന്മാരെന്നെ പറഞ്ഞു, സാർ നിങ്ങൾ അങ്ങനത്തൊന്നും പറയണ്ട, കുട്ടികൾ തള്ളുകയെന്ന് വിചാരിക്കും, അതുകൊണ്ട് സാറ് കണ്ടാന്ന്. അന്ന് ഞാൻ സ്ലൈഡൊക്കെ കൂട്ടിയിട്ടാണ് എനിക്ക് പറഞ്ഞു, ഏത് പഹരോട് ഞാൻ അത് പറയുന്നത്.
ഇത് പറയാൻ ധൈര്യം കിട്ടിയ ആദ്യത്തെ ക്ലാസ് കേട്ടതാണ് മിസ്റ്റർ മനോജ് കുമാർ, ദ ഫൗണ്ടർ SB. നല്ലൊരു പേര് കൊടുക്കുക. അയാൾ ഇതേമാതിരിയുള്ള ക്ലാസ് പറഞ്ഞപ്പോൾ എനിക്ക് ത്രില്ലായി. അയ്യോ നമ്മളിത് പറയണം, ഒരാൾ കൂടെ കിട്ടി. പിന്നെ നോക്കുമ്പോൾ ഈ അലവട്ട് കേസ് ഏതാണത്, മിസ്റ്റർ എലൻ മസ്ക്. വരാൻ പോകുന്ന അത്ഭുതങ്ങളാ മക്കളെ. നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കണ്ട. അവനാന്റെ വീട്ടുമുറ്റത്ത് പോർച്ചിൽ കാറ് നിർത്തിയ പോലെ എല്ലാ വീട്ടിന്റെ പോർച്ചിലും ഒരു വിമാനം ഉണ്ടാവും. വിശ്വസിക്കുന്നവർ കൈ വെക്കുക. നിങ്ങൾക്ക് എന്റെ കൂടെ പൊട്ടന്മാരാണ്, ഇവരൊക്കെ വിദ്യന്മാരാട്ടാ, മനസ്സിലായില്ല. അങ്ങനെ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ? ഉണ്ട്. ഒരു രാജ്യത്ത് അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പോർച്ചിൽ മുഴുവൻ വിമാനമാണ്. നിങ്ങൾ കണ്ടത് അത്രയെങ്കിലും ഞാൻ പറയട്ടെ. ഇപ്പൊ വന്നിട്ട് ആ സിറ്റിയില് മുഴുവൻ ആൾക്കാർ അങ്ങാടി പോണതും വിരുന്ന് പോണതും മരിച്ചോട്ടും ജനിച്ചോട്ടും പോണൊക്കെ എന്തിലാണ് ചേച്ചി? അവിടെ പോർച്ചിലൊക്കെ കാർ പോർച്ചിൽ ഏതാണ്? അതിന് കാർ പോർച്ച് എന്നല്ല പറയാ, എന്താ പറയാ, ഫ്ലൈറ്റ് പോർച്ച് എന്ന് പറയാം. നമ്മളെ കാർ പോർച്ചിൽ എന്താ ഉള്ളത്? ചൈരിപ്പൊടി, പിന്നെ ഉണങ്ങിയ മടലും കുറച്ച് നഞ്ഞ വയലും. നമുക്ക് നഞ്ഞാൽ തിരിയില്ല. ഞാനത് പറഞ്ഞുകൊണ്ട് നാളെ പോയി കണ്ടാ മടലൊന്നും മാറ്റിട്ടുണ്ട് കേട്ടോ. മഴയാണ് വരുന്നത്, ഉമ്മാന്റെ നിർത്തരം കിട്ടും. കേട്ടോ, ഇതാണ് യഥാർത്ഥ ത്രെട്ട്. ഏത് ത്രെട്ട്? ഡീപ് സീക്ക് പോലെ. ഡീപ് സീക്ക് ചൈനന്റെ നിങ്ങൾക്കറിയില്ലേ? ഡീപ് സീക്ക് അപാര അത്ഭുതം. നിങ്ങൾ അതിന്റെ ഫുള്ള് നിങ്ങൾ ഇറക്കേണ്ട ക്വാണ്ടം തിയറിയുടെ പറയാതിരിക്കുക, വേറെ ലോകമാണ്. അതായത് ChatGPT സിസ്റ്റം ലോകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാന് ഇത്രായിരം കമ്പ്യൂട്ടറുകളും സെക്ടറുകളും മുഴുവൻ ഉപയോഗിച്ചു കൊടുത്ത് ChatGPTക്ക് വേണ്ടി ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റിന്റെയും എനർജിയുടെയും കാലിന്റെ 1% താഴെയുള്ള ശതമാനം വെച്ചിട്ട് വെൽ എക്വിപ്ഡ് ആൻഡ് പെർഫോംഡ് ആയിട്ടാണ് ചൈന എന്ത് ലോഞ്ച് ചെയ്തത്? ഡീപ് സീക്ക് ലോഞ്ച് ചെയ്തത്. അപാര ഉപയോഗമാണ് ഡീപ് സീക്കിനെ നടക്കുന്നത്. ആരെങ്കിലും ഉപയോഗിച്ചിരുന്നോ? ഇല്ല. നമ്മൾ അടുത്ത് പറയാം, അതാ നല്ലത്. ഇതിങ്ങനെ ചോദിക്കുന്നത് നല്ലത്. അപ്പോ ലോകം ഒന്ന് അങ്ങനെ. അടുത്ത മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കുക. ഈ നിൽക്കുന്ന ഒരു പോയിന്റ്, മിസ്റ്റർ, ഈ രാജ്യത്ത് നിങ്ങൾ നോക്കുക, ദുബായ് എന്ന് പറയുന്ന സിറ്റി മുഴുവനായിട്ട് AI സെക്ടറിലേക്ക് മാറുകയാണ്. ഓട്ടോമേറ്റഡ് ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റവും അതുപോലെ തന്നെ 2027 ആകുമ്പോൾ ഫുള്ള് ഓട്ടോമേറ്റഡ്. എങ്ങനെ ഓട്ടോമേറ്റഡ് ആയി മാറാൻ പോകുന്നത്? AI ഹോസ്പിറ്റാലിറ്റി കടന്നു വരും. ഇപ്പൊ തന്നെ എത്രയോ ഹോസ്പിറ്റൽ എന്തുണ്ട്? AI-ലുണ്ട്. ഞാൻ അന്ന് പഠിക്കാൻ നിൽക്കുന്ന പിള്ളേരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഡോക്ടറായി ഇറങ്ങുമ്പോൾ ഒരു ഡോക്ടർമാരുടെ നീണ്ട നിരയുള്ള ഹോസ്പിറ്റല് ഫുള്ള് റോബോട്ട് അങ്ങനത്തെ സാധനം വരുന്നു പറഞ്ഞതിന്റെ ചിന്തയിലാണ്. പക്ഷെ ദൈവം സഹായിച്ചപ്പോ ചൈനയിൽ എന്ത് വന്നു? ഫുൾ ഡോക്ടർമാര് എന്ത്? റോബോട്ട്. രോഗികൾ ആര്? മനുഷ്യന്മാര്. രോഗം നമുക്ക് തന്നെ ഉള്ളൂ, റോബോട്ടിന് രോഗമൊന്നുമില്ല, തലവേദന ഒന്നുമില്ല. ഓക്കെ, സീരിയസ്ലി. എന്ന് മാത്രമല്ല AI സിറ്റികൾ വന്നില്ലേ? AI ഹോട്ടൽ വന്നില്ലേ? AI ഹോട്ടൽ വന്നു. ഹോട്ടലിൽ ചായ വാരുന്നതും കൊടുക്കുന്നതും പൊറോട്ട അടിക്കുന്നതും ഒക്കെ റോബോട്ട്. ഫുൾ റോബോട്ടിക്കൽ സിസ്റ്റം. നമുക്ക് സാധനം വാങ്ങി പോന്നാൽ മതി. സൂപ്പർ മാർക്കറ്റ് റോബോട്ട് വന്നില്ലേ? ആമസോൺ ഗോ മാർക്കറ്റ് അറിയില്ലേ? ആമസോൺ ഗോ മാർക്കറ്റ് നമ്മൾ സാധനം എടുത്തുകൊണ്ട് പോയിക്കാണ്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് പോന്നാൽ നമ്മളെ ബാങ്കിൽ നിന്ന് പൈസ പോകും. എടുത്തരാൻ ഒരാളുണ്ടാവില്ല. ചേച്ചി തുറന്നിട്ട ഒരു സൂപ്പർ മാർക്കറ്റ് എന്ത് രസം ഉണ്ടാവും? നട്ടപ്പാതിരാക്ക് വരെ കൂട്ടൂല. രസം ഉണ്ടാവൂലേ? ഒരു സാധനം തൊട്ട ഓർമ്മ ഉണ്ടാവുള്ളൂ. ഫുള്ള്